ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ആടുജീവിതം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം. ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ തിയേറ്റർ റിലീസ് ചെയ്ത സമയത്ത് ആ സിനിമയോട് ക്ലാഷ് റിലീസായിട്ടുള്ള സിനിമയുടെ കൂടെ തന്നെ ക്ലാഷ് റിലീസായിട്ട് വന്ന ഒരു മലയാള സിനിമ ഉണ്ട്. അങ്ങനെ ആരും ശ്രദ്ധിക്കാതെ പോയൊരു സിനിമയാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, സത്യം പറയാൻ ആടുജീവിതം കണ്ടു പോകുന്നതാണ്. ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ എന്നുള്ളതാണ്. സിനിമയുടെ പേര് വരുന്നത് വയസ്സ് എത്രയായി 30 എന്നാണ്. വയസ്സ് എത്രയായി 30 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. പ്രശാന്ത് മുരളി, അതുപോലെ തന്നെ രമ്യ സുരേഷ്, ഉണ്ണിരാജ, സാവിത്രി ശ്രീധരൻ, അനിസ്റ്റോ സുരേഷ്, ചിത്ര നായർ, ഷിജു യൂസി, ഒരുപാട് താരനിരകൾ, കൊച്ചു ചെറിയ ആർട്ടിസ്റ്റുകൾ ഈ സിനിമയുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു 37-40 വയസ്സിനിടയിലുള്ള ഒരു ചെറുപ്പക്കാരൻ, നമ്മുടെ നായകൻ ബ്രിഗേഷ്. അദ്ദേഹത്തിന് പെണ്ണ് കിട്ടുന്നുണ്ടാവില്ല. ഒരുപാട് കാലമായി ഉണ്ടാവും പെണ്ണ് ആലോചിച്ച് ഇങ്ങനെ പെണ്ണ് കണ്ട് നടക്കുകയായിരിക്കും. പക്ഷെ ഇതുവരെ ഒരു പെണ്ണ് സെറ്റായിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ കഥ, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെയും പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും അയൽവാസികളുടെയും ഒക്കെ കഥയാണ്. ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പെണ്ണ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. വയസ്സെത്രയായി 30 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ നല്ലൊരു സിനിമയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമയാണ്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഇന്നലെ OTT റിലീസ് ചെയ്ത സിനിമ കണ്ടു. നല്ലൊരു സിനിമയായിട്ടാണ് ഇരിക്കുന്നത്. ഒരു കൊച്ചു സിനിമ എന്നുള്ള ആ ലെവലിൽ സിനിമയെ സമീപിക്കുകയാണെങ്കിൽ നല്ലൊരു സിനിമ കണ്ട്, നല്ലൊരു കോമഡി മൂവി കണ്ട് കഴിഞ്ഞൊരു ഫീൽ ഉണ്ടാവുന്നതാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആണ് ഈ സിനിമയിലെ മ്യൂസിക് ആയിരുന്നു. ഈ സിനിമയിലെ പാട്ടുകൾ 5 പാട്ടുകളാണ് സിനിമയിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയിലെ പാട്ടുകൾ ഞാൻ ഇതിനു മുമ്പേയൊക്കെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ കാറിൽ പോകുമ്പോൾ, വണ്ടിയിൽ പോകുമ്പോൾ, പിന്നെ എൻ്റെ ഫോണിലുണ്ട് ഈ സിനിമയിലെ പാട്ടുകളൊക്കെ. പക്ഷെ ഇത് ഏത് സിനിമയിലാണ് എന്നുള്ളത് ഞാൻ നോക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നല്ല നല്ല പാട്ടുകളാണ്. ആ പാട്ടുകൾ തന്നെ വലിയൊരു പോസിറ്റീവാണ്. നമുക്ക് ഏടും ബോറടിക്കാതെ കാണാൻ പറ്റിയൊരു സിനിമയാണ്. അതിന് ഏറ്റവും വലിയൊരു പിന്നെ എന്താ പറയുക, താങ്ങായിട്ട് ആ പാട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. വലിയ സംഭവമായിട്ടുള്ള സിനിമയൊന്നുമല്ല, വലിയ സംഭവമായിട്ടുള്ള സ്റ്റോറി കാര്യങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളൊന്നുമല്ല. ഒരു കൊച്ചു സിനിമയാണ്. പിന്നെ അതിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ, ക്യാമറ വർക്കുകളായിക്കോട്ടെ, എല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ചെറിയ ആർട്ടിസ്റ്റുകളാണ് മെയിനായിട്ടുള്ള ആരും സിനിമയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ചെറിയ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും അവർ ആ ഒരു മേക്കിംഗ് ക്വാളിറ്റിയിൽ അവരൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്നുള്ളത്. അപ്പം ആ ഒരു നാട്ടിൻപുറം, അവരുടെ ആ ഒരു കഥാപാത്രങ്ങൾ, അയൽവാസികൾ, ആ ഒരു സെറ്റ്, അതായത് നായകൻ്റെ വീട്, അയൽവാസികൾ, ആ ഒരു പ്ലേസ് ചെയ്ത ആ സ്ഥലങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിലുള്ള ഓരോ കഥാപാത്രങ്ങളും നമ്മൾ മറന്നുപോവില്ല. ആ രീതിയിലാണ് ആ ഒരു പ്ലേസ് ചെയ്തിട്ടുള്ളത്. മറിയുമി ആയിക്കോട്ടെ, ആ ഒരു മുത്തശ്ശിയായി വരുന്ന ആളായിക്കോട്ടെ, നായകൻ്റെ അച്ഛനായിക്കോട്ടെ, നായകൻ്റെ അമ്മയ്ക്ക് വലിയൊരു സംഭവം സെറ്റപ്പ് ഇല്ല, എന്നാലും പിന്നെ പാർട്ടി സെക്രട്ടറി ആയിട്ട് വനജ എന്നുള്ള ആ ഒരു കഥാപാത്രം ആയിക്കോട്ടെ, ഷീജ എന്നുള്ള കഥാപാത്രം ആയിക്കോട്ടെ, എല്ലാവരും, അളിയൻ പിന്നെ നായകൻ്റെ പെങ്ങളായിക്കോട്ടെ, എല്ലാവരും നല്ല ആ ഒരു എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഓരോ കഥാപാത്രങ്ങൾ എന്നുള്ളതാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട സിനിമ. ഒരു കൊച്ചു സിനിമ, ഞാൻ പറഞ്ഞല്ലോ, ഒരു കൊച്ചു സിനിമ എന്നുള്ള രീതിയിൽ കാണാൻ സമീപിക്കുകയാണെങ്കിൽ നല്ലൊരു അനുഭവമായിരിക്കും. ഇത് ഇത്രയും പറയുമ്പോൾ സൂപ്പർ പടമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പോരായ്മകളുണ്ട്, ഇല്ല എന്നുള്ളതല്ല. ഏകദേശം 2 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ സീനുകളുണ്ട്. അതൊക്കെ കട്ട് ചെയ്തൊന്ന് 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഈ സിനിമ ഒന്ന് ക്രിസ്പ് ചെയ്ത് സെറ്റാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ അത്. ബാക്കിയൊക്കെ നല്ല ക്വാളിറ്റി ചെയ്തൊരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. വയസ്സെത്രയായി 30 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക, ടൈം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. നല്ലൊരു സിനിമയാണ്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ സിനിമയാണെങ്കിൽ കൂടി 1-2 സ്ഥലങ്ങളിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് തെറിവിളികൾ ഈ സിനിമയിലുണ്ട് എന്നുള്ളതാണ്. അത് ആ സമയത്ത് നിന്ന് ചെയ്ത് പറ്റിയാൽ മതി എന്നുള്ളതാണ്. എന്നാലും പിന്നെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. ചെറുപ്പക്കാർ, അതായത് പെണ്ണ് കിട്ടാത്ത ചെറുപ്പക്കാർക്ക് ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് ഇത് തോന്നിയത്. എന്തായാലും കണ്ടു നോക്കുക. വയസ്സെത്രയായി 30 എന്നാണ് സിനിമയുടെ പേര്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.